അയ്യോ വണക്കം. കഴിഞ്ഞ ദിവസം നമ്മുടെ പാകിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലേക്കൊരു കത്ത് കൊടുത്തയച്ചു. ആ കത്ത് കൊടുത്തയച്ചപ്പോൾ പാകിസ്ഥാൻ മന്ത്രി വിചാരിച്ചത് എന്തെങ്കിലും ഒരു മറുപടി നമുക്ക് കിട്ടും എന്നുള്ളതാണ്. പക്ഷേ അറിയാൻ സാധിച്ചത് ആ കത്ത് വായിക്കുക പോലും ചെയ്യാതെ ഈ എരണം കെട്ടവൻ്റെ കത്ത് പൊട്ടിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ചുരുട്ടിക്കുട്ടി വേസ്റ്റ് ബിന്നിലേക്ക് നമ്മുടെ രാജ്യം ഇട്ടു എന്നുള്ളതാണ്. സുഡാപ്പികൾ ഇതെങ്ങനെ സഹിക്കും എന്ന് മാത്രമേ ഞാൻ ആലോചിക്കുന്നുള്ളൂ. എന്തായിരുന്നാലും എന്താണ് സംഭവം എന്ന് പറയുന്നത്, സിന്ധു നദീ ജല കരാർ ഇന്ത്യ പാകിസ്ഥാനിലിട്ട ജല ബോംബാണ്. ആ ജല ബോംബ് അവിടെ വന്ന് വീണതിന് ശേഷം പാകിസ്ഥാനിൽ അതിഭീകരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. സിന്ധു നദീജലം ഒഴുകുന്ന പ്രദേശങ്ങളിൽ എല്ലാം തന്നെ അതിഭീകരമായിട്ടുള്ള വരൾച്ച ബാധിച്ചു. പാകിസ്ഥാൻ്റെ 90% കൃഷിയും നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിൽ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇതാണ് പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തുക എന്ന് പറയുന്നത്. അപ്പോൾ യവന്മാർക്ക് പോണ പോക്കില്ല. അതായത് ചില്ലറയായിട്ടുള്ള തുടിയൊന്നുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം, അതിഭീകരമായിട്ടുള്ള തുടിയാണ്. അപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് വെള്ളവും വാങ്ങിച്ച് കുടിച്ചുകൊണ്ട് നമ്മളെ പിന്നിലോട്ട് തന്നെ കുത്തുകയാണ്. യവന്മാർ വിചാരിച്ച് നരേന്ദ്രമോദി അത് കട്ട് ചെയ്യില്ല, ഇതൊക്കെ ലോക രാജ്യങ്ങളൊക്കെ ഇടപെടുന്ന കാര്യമല്ലേ, ഇപ്പോൾ കട്ട് ചെയ്യും എന്ന് പറഞ്ഞാണ്. അങ്ങേര് പഹൽഗാം ആക്രമണം ഉണ്ടായപ്പോൾ ആ സൗദി അറേബ്യയിൽ നിന്ന് അവിടുത്തെ രാജാവ് വിളമ്പി വെച്ചിരിക്കുകയായിരുന്നു, കഴിക്കും മോനെ എന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലും വേണ്ടത് അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി ഇവിടെ വന്ന് ആദ്യം വെട്ടി വിളയിലെറിഞ്ഞത് ഈ കരാറാണ്, സിന്ധു നദീജല കരാർ. പകരം അപ്പുറത്തിരുന്നുകൊണ്ട് യവന്മാരും മറ്റേ കരാറുണ്ടല്ലോ, ഷിംല കരാർ, അത് ഞങ്ങൾ റദ്ദാക്കുന്നു എന്ന് പറയുകയാണ്. എടാ മണ്ട, ഷിംല കരാർ നിനക്കൊക്കെ അനുകൂലമായിട്ടുള്ള കരാറാണടാ, അത് റദ്ദാക്കല്ലടാ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? നമുക്ക് എന്തെങ്കിലുമൊക്കെ റദ്ദാക്കണ്ടേ, നമുക്ക് ജനങ്ങളെ മുമ്പിൽ പിടിച്ചിരിക്കുകയുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മണ്ടന്മാർ ആ കരാർ റദ്ദാക്കി. എന്ത് തന്നെയായിരുന്നാലും നരേന്ദ്രമോദി ഈ സംഭവം ചെയ്തതിന് ശേഷം വേറൊരു കാര്യം കൂടെ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അതാണ് ഓപ്പറേഷൻ സാവൽകോട്ട്. ഓപ്പറേഷൻ സാവൽകോട്ട് എന്ന് കേട്ടപ്പോൾ പാക് മാധ്യമങ്ങളൊക്കെ ഉറഞ്ഞു തുള്ളി കിടുകിടാ വിറച്ചു. പാകിസ്ഥാൻ മാധ്യമങ്ങൾ എഴുതി, ഇത് അതിഭീകരമായിട്ടുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള നീക്കമാണ് ഇന്ത്യയുടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ എഴുതി പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്താണ് ഈ ഓപ്പറേഷൻ സാവൽകോട്ട് എന്ന് പറയുന്നത്? അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. യവന്മാർ വിചാരിച്ച് പാകിസ്ഥാനിലൂടെ ചെനാബ് നദിയിലെ വെള്ളം ഒഴുകിയില്ലെങ്കിൽ ഇന്ത്യയിൽ അതിഭീകരമായിട്ടുള്ള വെള്ളപ്പൊക്കം വരും. കാരണം വെള്ളം ഇങ്ങോട്ട് ഒഴുകിയാൽ മാത്രമല്ല അത് അറബിക്കടലിലോട്ട് പോകൂ. വെള്ളം ഇങ്ങോട്ട് ഒഴുകാതെ അറബിക്കടലിലോട്ട് പോകാനുള്ള വഴി ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അതായത് കനാലുകൾ ചെനാബ് നദിയിൽ നിന്നും പണിതിങ്ങോട്ട്, അതായത് നമ്മൾ ഒരവസരം കാത്തിരിക്കുകയല്ല, ഇവന്മാരൊന്ന് അടിക്കണം. അടിച്ച് കഴിഞ്ഞാൽ നിൻ്റെയൊക്കെ അണ്ടമല്ല പിണ്ണാക്ക്, നിൻ്റെയൊക്കെ എണ്ണയും പിണ്ണാക്കും വെളി വരും. ആ രീതിയിലാണ് നടത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. എല്ലാം പ്ലാൻഡ് ആയിരുന്നു. അതായത് ചെനാബ് നദിയിൽ നിന്നും നമ്മുടെ രാജ്യത്തിലേക്ക് കനാലുകൾ പണിത് ആ വെള്ളത്തെ വേറെ നദിയിലേക്ക് കൊണ്ട് ബന്ധിപ്പിക്കുന്ന സെറ്റപ്പൊക്കെ ഓൾറെഡി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മണ്ടന്മാർക്ക് അതൊന്നും അറിഞ്ഞുകൂടായിരുന്നു. എന്തായാലും ഓപ്പറേഷൻ സാവൽകോട്ടിലോട്ട് തിരിച്ചു വരാം. ജമ്മു കശ്മീരിലെ ചെനാബ് നദിക്ക് കുറുകെ സവാൽകോട്ടിൽ വമ്പൻ ജലവൈദ്യുത പദ്ധതി ആരംഭിക്കാനുള്ള ഇന്ത്യയുടെ ഡാം വരികയാണ്. ഈ ഡാമിനെയാണ് സാവൽകോട്ട് എന്ന് പറയുന്നത്. സാവൽകോട്ട് ഡാം, അതിനെയാണ് ഓപ്പറേഷൻ സാവൽകോട്ട് എന്ന് പറയുന്നത്. ഈ ഡാം വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ കട്ടയും ബോർഡും മടങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. ഈ ഇന്ത്യയുടെ നീക്കത്തിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഭയന്ന് വിറച്ചു നിൽക്കുന്നത്. ജലവൈദ്യുത പദ്ധതി ഔദ്യോഗികമായി ആരംഭിക്കാനുള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെ നീക്കം പാകിസ്ഥാനിൽ വലിയ ഭൂകമ്പമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. 1960 സിന്ധു നദീജല കരാർ പ്രകാരം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ താൽക്കാലികമായി പാകിസ്ഥാന് വെള്ളം കൊടുക്കുന്നത് മരവിപ്പിച്ചിരുന്നു. ഈ നടപടിക്ക് ശേഷമുള്ള ആദ്യത്തെ തന്ത്രപ്രധാനമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനമാണ് നമ്മൾ നടത്താനായിട്ട് പോകുന്നത്. ഏകദേശം 5129 കോടി രൂപ ചെലവിൽ നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷനാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. 1956 വാട്ട് ഉൽപ്പാദനശേഷിയുള്ള ഈ പദ്ധതി ജമ്മു കശ്മീരിലെ ഉധംപൂർ, റംബാൻ ജില്ലകളിലായാണ് സ്ഥിതി ചെയ്യുന്നത്. 192.5 മീറ്റർ ഉയരമുള്ള കൂറ്റൻ അണക്കെട്ടുകളും 8 യൂണിറ്റുകളുള്ള ഭൂഗർഭ പവർ ഹൗസുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇന്ത്യയുടെ ഈ നീക്കം പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കി. ഇന്ത്യ തങ്ങളെ വെള്ളം തരാതെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് പാക് മാധ്യമങ്ങൾ ആരോപിക്കുന്നത്. ഇന്ത്യയുടെ 5ാം തലമുറ യുദ്ധമാണിതെന്നും ജലഭീകരവാദമാണ് ഇതെന്നുമൊക്കെ അവന്മാർ അവിടെ കിടന്ന് അലമുറയിട്ട് കരയുന്നുണ്ട്. എന്തായാലും സാവൽകോട്ട് വൈദ്യുത പദ്ധതിയെ ഇങ്ങനെയാണ് അവന്മാർ വിശേഷിപ്പിച്ചിരിക്കുന്നത്, അതായത് ജലഭീകരവാദം എന്നുള്ളത്. അതേസമയം സവാൽകോട്ട് ഒരു റൺ ഓഫ് ദ റിവർ പദ്ധതിയാണെന്നും നദിയിലെ വെള്ളം വഴി തിരിച്ചുവിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, ഇതൊരു റൺ ഓഫ് ദ റിവർ പദ്ധതിയാണ്, അതതിൻ്റെ വഴിക്ക് അങ്ങോട്ട് നടന്നോട്ടെ എന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. സ്വന്തം രാജ്യത്തിനുള്ളിലെ വികസന പദ്ധതികൾ ഇന്ത്യയുടെ പരമാധികാരവും അത് നമുക്ക് അവകാശമുള്ള സാധനമാണ്. അതുകൊണ്ട് വിദേശകാര്യ മന്ത്രാലയം ഇങ്ങനെയൊന്നും പറയരുത് പാകിസ്ഥാൻ്റെ എന്ന് ഇന്ത്യ ആ സൈഡിൽ കൂടെ നൈസായിട്ട് ഒരു പ്രതികരണം കൊടുത്തിട്ടുണ്ട്.
പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മൾ ഡാം പണിയും, ഡാം പൊളിക്കും, ചിലപ്പോൾ നമ്മൾ കുടിക്കും, പെടുകും. അതൊക്കെ ചോദിക്കുക നീ ആരടാ എന്നാണ് ഇന്ത്യ ചോദിച്ചിരിക്കുന്നത് പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തു തന്നെയായിരുന്നാലും ചെനാബ് നദിയിൽ പാഗൽദുൽ, കീരു, റത്ലെ എന്നീ അണക്കെട്ടുകൾ ഇപ്പോൾ തന്നെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അവയ്ക്കൊപ്പമാണ് ഈ സാവൽകോട്ട് കൂടി വരുന്നതോടെ മേഖലയിലെ ജലവിഭവത്തിന്മേൽ ഇന്ത്യക്ക് കൂടുതൽ നിയന്ത്രണം ലഭിക്കാനായി പോവുകയാണ്. വിഷയത്തിൽ വിശദമായി വിവരങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യക്ക് ഒരു കത്തയച്ചു. ആ കത്താണ് ഞാൻ ആദ്യം പറഞ്ഞ കത്ത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് തരാമോ, എങ്ങനെയൊക്കെയാണ് ഇത് പണിയുന്നതെന്ന് നോക്കട്ടെ, ഏതൊക്കെ ഭാഗത്തൂടെയാണ് ഇത് പോകുന്നത് ഞങ്ങളൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞാണ് അവന്മാർ കത്തയച്ചത്. പക്ഷേ ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു പ്രതികരണം ഇതിന് നൽകേണ്ട എന്നാണ് തീരുമാനിച്ചത്. അങ്ങനെയാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. അണക്കെട്ട് നിർമ്മാണത്തിനായി ഇന്ത്യ ടെൻഡർ വിളിക്കുകയും ചെയ്തു. ഇത് ഇന്ത്യ ചെയ്തതോടുകൂടി ഇന്ത്യ വെറുതെ ഞങ്ങളെ പ്രകോപിപ്പിക്കുകയാണെന്ന് പാകിസ്ഥാൻ ഇപ്പോൾ വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ പാകിസ്ഥാൻ സമ്പൂർണ്ണമായി ആശങ്കയിലായിരിക്കുകയാണ്. 1948 ആദ്യമായി വിഭാവനം ചെയ്ത ഈ പദ്ധതിക്ക് സിന്ധു നദീജല കരാറിലെ കർശന വ്യവസ്ഥകളും പാകിസ്ഥാൻ്റെ ആവർത്തിച്ചുള്ള എതിർപ്പുകളും കാരണം ദീർഘകാലം അനുമതി ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ 2025 ഏപ്രിലിൽ നടന്ന ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നദീജല കരാർ മരവിപ്പിക്കാൻ തീരുമാനിച്ചതോടെ സാവൽകോട്ട് പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അപ്രതീക്ഷിതമായ വേഗത കൈവന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമെന്ന് പറയുന്നത്. അതായത് ഈ അണക്കെട്ടിൻ്റെ പദ്ധതി നമ്മൾ രൂപീകരിച്ചത് എപ്പോഴാണെന്നറിയാമോ? ഈ അണക്കെട്ടിൻ്റെ പദ്ധതി നമ്മൾ വിഭാവനം ചെയ്ത് 1984 അന്ന് പാകിസ്ഥാൻ കണ്ണുരുട്ടിയ പേടിക്കുന്ന സർക്കാരുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ പാകിസ്ഥാൻ ഒന്ന് ആഞ്ഞു തുമ്മിയ ഇവിടെ ഒരു മുള്ളും. അങ്ങനത്തെ സർക്കാർ ഇവിടെ ഉള്ള സമയത്ത് പാകിസ്ഥാൻ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ് ഇതിങ്ങനെ നീട്ടി കൊണ്ടുപോവുകയായിരുന്നു. പക്ഷേ നരേന്ദ്രമോദി അങ്ങനെയൊന്നുമല്ല. അങ്ങേർക്ക് കണ്ണിച്ചോര എന്ന് പറയുന്ന ഒരു സാധനമില്ല, പ്രത്യേകിച്ച് പാകിസ്ഥാൻ്റെ അടുത്ത്. അടിക്കുമെന്നൊക്കെ പറഞ്ഞാൽ അടിച്ച് തൊലച്ചിരിക്കും എന്നുള്ളതാണ് ഇങ്ങേരുടെ നിലപാടെന്ന് പറയുന്നത്. അങ്ങനെയാണ് നരേന്ദ്രമോദി കയറി വരുന്നതും ഈ മഹാഭാരതത്തിൽ കർണനെ വധിക്കുന്നത്. കർണൻ്റെ ചക്രങ്ങൾ നേരെ മണലിൽ പൂഴ്ന്നു പോകും. അങ്ങനെ പൂഴ്ന്നു പോകുമ്പോഴാണ് അർജുനൻ പറയുന്നത്, മോനെ ഈ സമയമാണ് കറക്റ്റ് ടൈം. അവൻ്റെ ഈ ഭാഗം കണ്ട, ഈ ഭാഗം ഇവിടുത്തെ ഈ തലയുണ്ടല്ലോ, ഇവിടെ കറക്റ്റ് ചെയ്യണം, ഇവിടെ കറക്റ്റ് ചെയ്താലേ ആ പുല്ലിനെ കൊല്ലാൻ പറ്റൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അർജുനൻ പറയും അതൊക്കെ തെറ്റല്ലേ കൃഷ്ണ. അപ്പോൾ കൃഷ്ണൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കും, എന്നിട്ട് പറയും എടീ നിൻ്റെ പെണ്ണും പിള്ളേരെ തുണി വലിച്ചൂരിയപ്പോൾ അവനിങ്ങനെ തെറ്റും ശരിയൊന്നും തോന്നിയില്ലല്ലോ എന്ന് പറയുന്ന സമയത്താണ് അർജുനൻ നമ്മുടെ ജഗതിയെ പോലെ മോട്ടിവേറ്റഡായി ചാടി എഴുന്നേറ്റ് അമ്പെടുത്ത് എയ്യുന്നത്. അപ്പോഴും കർണൻ പറയും എയ്യരുത്, ഇത് അധർമ്മമാണ്. അപ്പോൾ കൃഷ്ണൻ പറയും പോടാ പുല്ലേ, നീ എന്തുവാണ് ചെയ്തത്? നീ ആ നിറഞ്ഞ സഭയിൽ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് അവരുടെ തുണി ഉരിയുകയായിരുന്നു ഇല്ലേ? പോരാത്തതിന് അഭിമന്യുവിനെ കൊന്നത് എങ്ങനെയാണ്? ധർമ്മം നോക്കിയിട്ടാണോ കൊന്നത്? അല്ലല്ലോ. അഭിമന്യു ചക്രവ്യൂഹത്തിനകത്ത് കിടന്നപ്പം ഒരുത്തനെ എല്ലാം കൂടെ വളഞ്ഞിട്ടടിക്കണേ. ഇതൊക്കെ എന്തൊരു ധർമ്മോടെ? അപ്പം നിൻ്റെ അടുത്തൊന്നും ധർമ്മം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് കൊല്ലുന്നൊരു സീനുണ്ട്. അതുപോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധർമ്മോ നീതിയൊന്നുമില്ല. നമ്മളെ പിറകിൽ നിന്ന് കുത്തുമ്പോഴും പുൽവാമയിൽ അറ്റാക്ക് നടത്തുമ്പോഴും നമ്മുടെ നാട്ടിൽ ബോംബ് ബ്ലാസ്റ്റ് നടത്തുമ്പോഴും നമ്മുടെ നാട്ടിൽ താജ് ആക്രമണം നടത്തുമ്പോഴും എല്ലാം നിനക്കൊന്നും ഇതൊന്നും തോന്നിയില്ലല്ലോ, അതുകൊണ്ട് നീയൊക്കെ വെള്ളം ഇറങ്ങാതെ ചാവണം എന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു നിലപാടെന്ന് പറയുന്നത്. ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. എന്തായാലും പാകിസ്ഥാൻ്റെ ജീവനാഡിയാണ് ഈ ജനാബ് എന്ന് പറയുന്ന നദി. പാകിസ്ഥാൻ്റെ കൃഷിഭൂമിയുടെ 90% സിന്ധു നദീജലത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇന്ത്യ ജനാബ് നദിയിൽ പടുത്തുയർത്തുന്ന അണക്കെട്ടുകളുടെ പരമ്പര പാകിസ്ഥാനിലെ കാർഷിക മേഖലയ്ക്ക് വലിയ ഭീഷണിയാണെന്നാണ് ഇവർ പറയുന്നത്. ബാഗ്ലി, ഹാർ, സാവൽകോട്ട്, സലാൽ എന്നീ അണക്കെട്ടുകൾ ഒരേ നദിയിൽ വരുന്നതോടെ ജലം തടഞ്ഞു വയ്ക്കാനും ആവശ്യമുള്ള ജലം നൽകാനും ഇന്ത്യക്ക് വലിയ ശേഷി കൈവരുന്നു എന്നതാണ് പാകിസ്ഥാനെ ആശങ്കയിലാക്കുന്നത്. പാകിസ്ഥാനിലെ മലാല ഹെഡ് വർക്സിലേക്കുള്ള ജലപ്രവാഹത്തിൽ ഇതിനോടകം തന്നെ 90% കുറവുണ്ടായതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത് പഞ്ചാബ് പ്രവിശ്യയിലെ നെല്ല്, പരുത്തി കൃഷികളെ സാരമായി ബാധിക്കും. പാകിസ്ഥാൻ്റെ ഭീകരവാദത്തോടുള്ള സമീപനം മാറുന്നതുവരെ ഇന്ത്യ സിന്ധു നദിക്കുള്ള ഈ നിയന്ത്രണം തുടരുമെന്നാണ് സൂചനകൾ. സാവൽകോട്ട് പദ്ധതി പൂർത്തിയാകുമ്പോൾ ജമ്മു കാശ്മീരിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായി ഇത് മാറും. ശൈത്യകാലത്ത് ജമ്മു കാശ്മീർ കടുത്ത വൈദ്യുതി ക്ഷാമമാണ് അനുഭവിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ആദ്യം കിട്ടട്ടെ എന്നിട്ട് മതി നനക്കൊക്കെ എന്നുള്ള രീതിയിലാണ്. അങ്ങനെ കടുത്ത വൈദ്യുതി ക്ഷാമം ജമ്മു കാശ്മീർ അനുഭവിക്കുമ്പോൾ അവിടെ ഒരു അണക്കെട്ട് വരുന്നത് നല്ലതല്ലേ? ഇത് ശാശ്വതമായിട്ടുള്ള പരിഹാരമായിരിക്കും എന്നാണ് നമ്മുടെ സർക്കാർ പറയുന്നത്. സംസ്ഥാനത്തിന് ആവശ്യമായ വൈദ്യുതി അവിടെ നിന്ന് കിട്ടും. അധികമായിട്ട് വരുന്ന വൈദ്യുതി നമുക്കൊരു കാര്യം ചെയ്യാം, ദേശീയ ഗ്രിഡിലേക്ക് നമുക്ക് നൽകാനും സാധിക്കും. എങ്കിലും പദ്ധതി പാരിസ്ഥിതികമായിട്ട് ദുർബലം ഉണ്ടാക്കുക. അതായത് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ കേട്ട് വാണാലികൾ ഇപ്പോൾ പറയുന്നത് ഇത് പരിസ്ഥിതിയെ ബാധിക്കും കേട്ടാ, ഇത് ശരിയല്ല, ഇത് പരിസ്ഥിതിയെ കാർന്ന് തിന്നും എന്നൊക്കെയാണ് അവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോടാ പുല്ലേ എന്നൊക്കെയാണ് അവന്മാരോട് നമ്മളും തിരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരി.